ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പർവൽ. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നൊന്ന് പറയാൻ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് കാണുന്നത്. കൽക്കട്ടയിൽ നിന്നാണ് ഇത് വരണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ കോവയ്ക്ക് വലിപ്പം വെച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയത്. നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നിയെന്നുള്ളതെന്ന് പറഞ്ഞു. നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ഞങ്ങളിത് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ പർവലിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയൊന്നും കളയുന്നുണ്ട്. ഇനി ഇതിനെ നീളനായിട്ട് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വാങ്ങിക്കുന്ന സമയം അവിടുത്തെ ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിലെ കുരുക്കളെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ ഇതിൻ്റെ ഫ്ലഷിന് പകരം കഴിച്ചത് കുരുക്കളാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യാനുള്ള പേസ്റ്റ് റെഡിയാക്കാം. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് 2-3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു പീസ് സവാള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പർവലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ, കുറച്ച് നേരം മതി. പിന്നെ ഫ്രൈ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് പർവലിട്ടു, 2 സൈഡ് അപ്പുറത്തിപ്പുറത്ത് മറിച്ചിട്ടിട്ട് വറുത്തെടുത്തു. ലുക്കിലൊന്നും കാര്യമില്ല പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും കഴിക്കാനൊരു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പർവലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇത് പലതരത്തിലും കറി വെക്കാം കേട്ടോ. ഞങ്ങൾ ഫ്രൈ ചെയ്തെന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ബാക്കിയുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ബാക്കി പിന്നെ തരാം. എന്തായാലും നിങ്ങൾക്ക് ഈ സംഭവം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ.